ओम नमो भगवते वासुदेवाय ഭാഗവത ഗുരു ജയലക്ഷ്മി ടീച്ചർക്കും ഇന്ന് സത്സംഗം ഇത്ര അഴകാ ക്രോഡീകരിച്ച ലക്ഷ്മണ മാമാക്കും ഗുരു കനകമാമിക്കും എന്നോട് വിനീതമായ നമസ്കാരം. എല്ലാ ഭാഗവത പ്രേമികൾക്കും എന്നോട് നമസ്കാരം. എനിക്ക് എന്നോട് വിഷയം ദശമസ്കന്ധം 16-ാം അധ്യായം നാഗപത്നി സ്തുതി 33 തൊട്ട് 59 വരെയിലെ ശ്ലോകങ്ങളാകും നാഗപത്നി സ്തുതിയായിട്ട് ബുക്കില് പറഞ്ഞത്. സ്കന്ധത്തോട് ലക്ഷണം നിരോധം. ഭഗവത്പാദങ്ങൾ അറിയാത്തത് ഏതെല്ലാം വഴികൾ കൂടി നമ്മൾ കടത്താനാ അത് മോക്ഷപഥത്തെ നമുക്ക് കഴിക്കും ചൊല്ലിത്തരം കഥകളിലാക്കും ദശമസ്കന്ധത്തിൽ പറഞ്ഞു. കാളിയമർദ്ദനം നടക്കുന്ന സമയം ഭഗവാനോട് ഗോക്കളും ഗോപകമായ എല്ലാവരും ചേർന്ന് വിഷ ശ്വസിച്ചിട്ട് അവ ബോധരഹിതര കടക്കാം. ഓടി വന്ന യശോദയും അത് പാത്ത് ബോധമില്ലാക്കി കൃഷ്ണനെ പാത്തിട്ട് ജപാലം പാത്ത് അവരും ബോധമില്ലാക്കി കടക്കാം. ഭഗവാൻ പാത്തറാൻ നേരെ അങ്ങേത് വന്ന് പാത്ത് കഴിഞ്ഞ് നേരെ കടമ്പ വൃക്ഷത്തോട് ഉച്ചാണി കൊമ്പിലെ ചാടി അങ്ങേക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്തു വയ്ക്കാത്ത കാളിയനോട് തലയില് കാളിനാന കോച്ചിട്ട് ഉഗ്ര വിഷത്തോടു കൂടി 10 തലയും വിഷത്തിൽ നിൽക്കാൻ ഓരോ വായിലും ശ്വാസം കൂടി വിഷം മയമായിരിക്കും. ഓ ഇത് ചിന്ന പിള്ളതാനേ അല്ലേ എനിക്കെന്താ പറഞ്ഞത്, എനിക്ക് 5 നിമിഷം പോലും നനയ്ക്കണം. ഭഗവാൻ തന്നോട് പാദത്തെ അവനോട് തലയിലെ വെച്ച് 10 തലയിലെ മാറി 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 ചവിട്ടിയിട്ട് പോകാൻ. ആനാ കാളിനോട് തലയിലെ വെക്കത്ത് അത് ചിന്ന കുഞ്ച് പാദമൊന്നുമല്ല, ടൺ കണക്കൊക്കെ ഭാരമാക്കും കാളി എനിക്ക് അനുഭവപ്പെടുന്നത്. സ്ത്രീകൾ നർത്തനം ചെയ്യത്തെ അത് ലാസ്യം നൃത്തം നടനം ചൊല്ലുക. എന്നാൽ പുരുഷന്മാർ നർത്തനം ചെയ്യത്തെ അത് താണ്ഡവമാക്കും. ശരിക്കും ചൊല്ലിയ ശിവതാണ്ഡവന്മാർ താണ്ഡവമാക്കും. കൃഷ്ണൻ കാളിയോട് മേലെ ആടാൻ എന്നാൽ പാത്രവാൾക്ക് അത് നൃത്തമായിട്ടാക്കും ചൊല്ലുന്നത്. അതൊക്കെ കാളിയ മർദ്ദനം എന്നാ ചൊല്ലാം. കാളിയ നർത്തനം കാളിയ മർദ്ദനം എന്നാ നടുപ്പിലാണ് ശരിക്കും അത് താണ്ഡവമാക്കും. അപ്പോൾ കാളിനനുസരണം തന്നോട് പെരിയ ബാലാല് ഭഗവാനെ ചുറ്റി ശ്വാസം മുട്ടിക്കപ്പാക്കാൻ വിഷത്തെ കക്കിപ്പാക്കാൻ ഒന്നും അങ്ങ് ഏശത്തില്ലേ. ഭഗവാൻ പിന്നെയും തന്നോട് ചവിട്ടത്തെ തുടർന്ന് പോയിട്ടേ ഇരിക്കാൻ. இப்படி கொஞ்சம் கையெழுத்துக்குள்ள காலையிலுக்கு கொஞ்சம் சுவாசம் முட்டுற மாதிரி இருக்கு. கண்ணிலேருந்து கொஞ்சம் ரத்தம் வருது. சுவாசம் கிடைக்கிறது இல்லை. തൊലിയിൽ ഇതെല്ലാം രക്തങ്ങൾ പൊട്ടിപ്പൊട്ടാ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഓരോ തലയും கொஞ்சம் கொஞ்சமாக താഴെ തുടങ്ങുന്നത്. ഭഗവാൻ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ അത് கொஞ்சம் താഴെ തുടങ്ങിയാச்சு. അതായത് അഹങ്കാരം കാളിയിൽ തന്നെ അഹങ്കാരത്തെയാക്കി നമ്മൾ സൂചിപ്പിക്കണം. அந்த அகங்காரம் கொஞ்சம் கொஞ்சம் குறைய தொடங்கியாச்சுன்னு മനസ്സിലാക്കും. ഭഗവാൻ ചവിട്ടത്തെ നിർത്തത്തേ ഇല്ലേ, പിന്നെ ചവിട്ടിൻ്റെ തന്നെ ഉட்காந்துருக்கார். ജലത്തുകളിൽ നാഗപത്നിമാർ പാക്കറ പേയാനാലും പുരുഷൻ പുന്നാലാനും കളവണ്ണാക്ക് നമ്മളെ യുഗകുമാർ കേട്ടിട്ട് ഉட்காந்துருக்கோம். അന്ന് ഇത്ര കൃഷ്ണാനെ കാളി തന്നോട് പതിയാക്കും. നമുക്ക് മംഗല്യ ഭിക്ഷ വേണം ചൊല്ലിട്ട് അവ എന്നെ ചേർന്ന് ചൊല്ലി ആലോചിക്കണം. അവളെ പരസ്പരം അവളെ ചൊല്ലിക്കണം. இந்த சமயத்துல பகவான் ரொம்ப கோபமா இருக்காரு. இங்க போயிட்டு என்னோட கணவனை ரட்சி என்னோட பதிய ரட்சி சொல்லி കഴിഞ്ഞാൽ ഭഗവാனுக்கு തീരെ പിടിക്കാതെ. ഒരാൾ കോപമാ ഇരിക്കട്ടെ അവളുടെ അത് തക്കനെ എതിർത്ത് പേശിട്ട് എടുത്താൽ ഒന്നും നടക്കാതെ അവൾ ആദ്യം അവളുടെ ശാന്ത സ്വഭാവത്തിൽ കൊണ്ടുവന്ന് അപ്പോഴും നമ്മൾ ചൊല്ല വേണ്ടിയதை ചൊല്ലിക്കഴിഞ്ഞാൽ അത് വരെ നമുക്ക് കൊഞ്ചം കിടക്കും. അത് മനസ്സിലാക്കിയ നാഗപത്നിമാർ നമ്മളെ ജലத்துக்கு മേലെ വരാം, ഭഗവാനെ പാക്കണം തുടരാം. ഭഗവാനെ നിങ്ങൾക്ക് കാളിയർക്ക് കൊടുത്ത ശിക്ഷ ഒട്ടും പോരാതെ ഇതൊന്നും അല്ല അവർക്ക് ശിക്ഷ കൊടുക്കണം. അവൻ ചെയ്ത കാര്യത്തിലൂടെ എത്രയോ പേര് ശിക്ഷയാക്കി നിങ്ങൾ അവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ചവിട്ടിയിട്ട് ഉட்காണ്ടിരിക്കളെ അവർക്ക് അതൊന്നും ഒരു ബാധകമേ അല്ല, അതൊന്നും ഒരു കാര്യവുമില്ലേ. അവൻ ചെയ്ത ഓരോ കൃത്യങ്ങൾക്ക് അവർക്ക് നിങ്ങൾ മരണദണ്ഡനെ കൊടുക്കേണ്ടതാകും. പക്ഷെ എന്നെ തരുമോ ഉങ്ങളോട് നല്ല മനസ്സ് നിങ്ങൾ ചവിട്ടത്താൻ ചേരണം. എത്രയോ ജന്മത്തെ മഹാപാപം കൊണ്ടാക്കുന്ന സർപ്പശരീരം അവർക്ക് കിടച്ചിരിക്കും. സർപ്പശരീരത്തിൽ നിങ്ങൾ അത് തമോ ഗുണത്തെയും കൊടുത്തിരിക്കണം. രജോ ഗുണം തമോ ഗുണം സത്വഗുണം. സത്വഗുണം ചൊല്ലാൻ ശാന്തം, രജോ ഗുണം ചൊല്ലിക്കുന്ന അഹങ്കാരം മാത്സര്യം, തമോ ഗുണം ചൊല്ലാൻ മൂഢം. എന്താ മൂഢமான ഒരു മനസ്സോട് കൂടിയൊക്കെ ഇത് അഹങ്കാരം വന്നിട്ട് ജോലി പ്രവൃത്തികളാവും ചെയ്തിരിക്കാൻ. എത്ര നല്ല നദിയാക്കും இந்த കാളി നദി. അങ്ങനെ തന്നെ പാരുകോ അത് കടകവൃക്ഷം എപ്പോഴോ ഒരു മറ്റേ ഗേഡിനോട് ഒരു ചുട്ട് അമൃത ചുട്ടിനെത്താലും 4 അരി ഉட்காണ്ടിരിക്കും. അതിൽ എത്ര താനുള്ളത്. ഇങ്ങനെ ഒരു പുല്ല പൂച്ചിയ പുഴുവ എന്നമേ ജലത്ത് കിട്ടാൻ പറഞ്ഞാൽ ജലത്തെ പാത്താലേ വിഷമയമാ ഇരിക്കും. ജലമെല്ലാം ഒരു ചിന്ന പൂച്ചി കൂടി ഇങ്ങനെ വരാതെ അഥവാ വന്നാൽ இந்த ശ്വാസം വെച്ചിട്ട് അത് ചെത്തുക്കും. அப்படி பரவாயில்ல எல்லாம் கொண்டுருக்கிற அந்த காளியருக்கு உங்களோட பாதஸ்பர்ശத்தை നിങ്ങൾ കൊടുക്കണം. എന്നെല്ലാം അവൻ മഹാപാപം ചെയ്തിരുന്നാലും ഉങ്ങളോട് പാദസ്പർശം ഏൽക്കുന്നത് മഹാപുണ്യമല്ലവാ. അന്തൊരു പുണ്യത്തെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണേ. എത്രയോ മുനിമാരും മഹർഷിമാരും ജന്മജന്മാന്തരങ്ങളാ എന്നോടത്തെ പാദത്തെ തൊടവേണ്ട പാത്താ പോരുന്ന കാട്ടിലെ വീട്ടിലെ മനുഷ്യൻ്റെ ഉட்காந்துருக்கும். അവൾക്ക് கிடைக்காத ഭാഗ്യം ദുഷ്ടനുക്ക് നിങ്ങൾ കൊടുത്തിരിക്കണേ. உங்களுக்கு അനന്തകോടി നമസ്കാരം അവ ചൊല്ലാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ മുള്ള ഭഗവാൻ ഒരു സമനിലയ്ക്ക് വന്നിട്ടില്ല, എന്നാലും ചൊല്ലിച്ചൊല്ലിച്ചിട്ട് ഭഗവാനെ കൊണ്ടുവരലാം ചൊല്ലിട്ട് ഒരു വിശ്വാസം അവൾക്ക് വന്നു. പിന്നെ അങ്ങേറ്റ് സ്തുതിക്ക ചൊല്ല 33 തൊട്ട് 59 വരെയുള്ള നാഗഭക്തി സ്തുതിവാക്കും. അത് മുഴുവനും ചൊല്ലാൻ എനിക്ക് தெரியாதമാതിരി ഞാൻ ചൊല്ലറിയാന്നുള്ളത്. അതൊരു സംസ്കൃതത്തോടെ ശ്ലോകങ്ങൾ അർത്ഥം ചൊല്ലി എനിക്ക് தெரியாதമാതിരി ഞാൻ ചൊല്ലാം. ആ ഭഗവാൻ സ്തുതിക്കുക. ഭഗവാന്റെ ഈ കാലസ്വരൂപനാക്കും, കാലങ്ങളെല്ലാം അവനക്ക് അതീതമാക്കും, കാലങ്ങളെ നീതാൻ ഉണ്ടാക്കിനെ ഈ ചതുർമുഖനാക്കും. ചതുർമുഖ 4 വേദങ്ങളും അവനോട് ഓരോ മുഖമാക്കും. അന്നാ அந்த മുഖത്തെല്ലാം നീ മറച്ചു വെച്ചിട്ട് ഒരേ മുഖത്തെത്താൻ നീ വെളിയിലെ എങ്ങൾക്കെല്ലാം കാട്ടിത്തരാൻ നീ பெரிய மாயாவிலாசனாக்கும். நீ வந்துட்டு எவன் ஆட்டறானோ அவன் ஆட்டி வைக்கிறத நாங்களெல்லாம் அந்த மாயால ஆடுறோம். நீ ஆட்டி வச்சுட்டே இருக்கால் நாங்கள் ஆடிட்டே இருக்கோம். அது உன்னோட மாயா சுபாவமாகும். அந்த மாயால நீ எங்களோட கண்ணெல்லாம் நீ மறைச்சிருக்காய். நீ அதே மாதிரி வேதங்கள் കൂടാതെക്ക് നീ ആര് നീ എല്ലാ വിധങ്ങളും അങ്ങോട്ടേന്ന് ഉത്ഭവിച്ചതാക്കുന്ന വേദങ്ങളെല്ലാം നീ അതേമാതിരി നീ വന്നിട്ട് സത്സ്വരൂപനാക്കും, സ്വയം പ്രകാശിக்கிறവനാക്കും. എന്നോട് പ്രകാശത്തെ നീ ഉനക്ക് വെച്ചുകളാൻ എങ്ങൾക്കെല്ലാം സർവം ചേരാൻ. എന്നാൽ അത് എങ്ങളോട് കർമ്മഫലം പോലെ ഇരിക്കും. ഒരുവൻ നീ ബ്രഹ്മാവനെ സൃഷ്ടിച്ച് ഭൂമിയിൽ ജനങ്ങളെ സൃഷ്ടിച്ച് നിറയെ ജനങ്ങളോ ജീവജാലം സൃഷ്ടിച്ച് ഭൂമിയിൽ അനുഭവം അവൾക്ക് വേണ്ട സ്ഥിതികളെല്ലാം കൊടുക്കത്തെ നീയാക്കും. ഓരോ ജീവിക്കും, അത് പുഴുവാനാലും ആനയായാലും അവൾക്ക് വേണ്ട കർമ്മങ്ങളെ നീ കൊടുക്കറാൻ. അവളുടെ മനസ്സിലെ ഓരോ ഗുണങ്ങളെ നീ കൊടുക്കറ. അത് എന്നെ ഗുണം എന്നുള്ളത് നീ താൻ തീരുമാനിക്കറ. ആനാ ഒരു കാര്യം ഭഗവാനെ നീ എന്തെന്ത് ഗുണങ്ങളെ കൊടുക്കറായോ അന്ത മനസ്സെ വെച്ചിട്ട് അന്ത പ്രവൃത്തി താൻ എനിക്ക് ചെയ്യാൻ முடியும். അത് തമോ ഗുണമാകലാം, രജോ ഗുണമാകലാം, സത്വ ഗുണമാകലാം. ഒഴുക്കാരൊക്കെ ചെയ്ത് അവൻ വിളയാട്ടം നീ പാക്കറാൻ. അവസാനം നീ എന്നെ ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ. ദുഷ്ടന്മാർക്ക് ശിക്ഷിക്കരുത്, അത് അവൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പൂതന എന്നോട് വിളയാട്ടിൽ ആദ്യത്തെ വിളയാട്ട ഭഗവാനെ ഇത് പൂതനാ മോക്ഷം എന്നുള്ളത്. ആര് പൂതനാ വധം ചൊല്ലർത്തിരിക്കുക ഭഗവാനെ പൂതനാ മോക്ഷം എന്നാണ് ചൊല്ലുക. അവൾ ആത്തുക്കുള്ള വരാ തെച്ചപ്പിള്ളിക്ക് അവരോട് 2 കണ്ണേയും മൂടിട്ടാച്ചു. ചിലർക്ക് മാതൃ ശരീരം കിടയാതെ മാതൃഭാവം തന്നെ ഇരുന്നത്. മാതൃഭാവത്തെ പാർത്ത് കഴിച്ചാൽ മനസ്സിൽ എന്നെ ചഞ്ചല വരുമ്പോൾ ചൊല്ലിട്ട് എന്താ മൂടിനെ കണ്ണ് പൂതനോട് ജീവരക്തത്തെ വലിച്ചെടുത്തിട്ട് തന്നെ എന്താ കണ്ണ തുറക്കറേ. അപ്പോൾ അവൾക്ക് ഇനി പൂതനാ മോക്ഷം കൊടുത്താൽ. ഇവിടെ ശകടാസുരൻ എത്ര പേർക്ക് ഇനി മോക്ഷം കൊടുത്താൽ അവളെ ദുഷ്ടന്മാരായിരുന്നാലും അവൾ നിഗ്രഹിച്ച് അപ്പോൾ ഒന്നെത്താൻ ചൊല്ലിയിട്ടേ എടുത്ത കൃഷ്ണനെ കൊല്ലണം അവളുടെ ഉദ്ദേശം അല്ലായിരുന്നത്. മനസ്സിൽ മുഴുവൻ കൃഷ്ണനായിരുന്നത്. അത് കൃഷ്ണനെ ചൊല്ലെന്നാലും ഇനി അവൾക്കെല്ലാം മോക്ഷം കൊടുത്താൽ. ഓരോട് ഓരോ കാര്യങ്ങളാണ് നടത്തിയെന്ന് പറയാം. കൃഷ്ണ അതെല്ലാം ഞങ്ങൾ എങ്ങനെ തരും. ഞങ്ങൾ നാഗപത്നിമാരാണെന്നാലും എങ്ങനെ കൊല്ലം എങ്ങാനും മനസ്സിലാക്കപ്പെട്ടു. അതേമാതിരി മത്സ്യാവതാരം നീ എടുത്താൽ സത്യവർദ്ധ രാജാക്ക് கொஞ்சம் അജ്ഞാനം എഴുതുന്നത്. அந்த അജ്ഞാനത്തെ പോക്ക വേണ്ടി നീ ഒരു പ്രളയനെ സൃഷ്ടിച്ചാൽ. നീ തോണിയായിട്ട് അവതരിച്ചാൽ. എന്നിട്ട് ഒന്നോട് കൊമ്പിലത്തെ തോണിയെ കെട്ടി സപ്തഋഷികൾ കൊണ്ട് പ്രേരത്തിന് ശേഷം എന്നെല്ലാം ഭൂമിയിൽ വേണമോ അതെല്ലാத்தையும் തോണിക്കുള്ള വെച്ചിട്ട് എന്നോട് കൊമ്പാല തോണിയിൽ ഇരുത്തിട്ട് ഹിമാലയം വരെ അന്ന് പോയി കരയിലെ കൊണ്ട് ചേർത്താൽ. എന്താ പോയ സമയത്തിന് ഇനി ഒരുപാട് ഉപദേശങ്ങൾ സത്യവ്രതയിൽ കൊടുത്താൽ. അതിൽ ഒരു ഇതാക്കും 18 പുരാണങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ മത്സ്യപുരാണമായിട്ട് പിന്നീട് വ്യാസൻ എഴുതിയാൽ. இப்படி ஜனங்களுக்கு வேண்டி என்னெல்லாம் நீ செய்திருக்காய் கிருஷ்ணா. அப்படிയുള്ള கிருஷ்ணனுக்கு கோடி நமஸ்காரம். அவ ஸ்துதிக்கிறான். பின்னையும் ஸ்துதிச்சுட்டே இருக்கா. அதை சொல்றா இதை சொல்றா நீ வேத സ്വരൂപനാക്കി சொல்ற நீ இல்லாக்கி நானிலே சொல்ற நிறைய കാര്യങ്ങൾ അവ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മുള്ള ഭഗവാൻகிட்ட கேட்குறான். பகவானே இதுக்கு நிறைய பாவங்கள் செய்திருக்கா நான் இல்லையே சொல்லலை. ஆனால் எங்களுக்கு வேண்டி சின்ன ஒரு கனிவு செய்யணும், எங்களுக்கு மங்கள பிச்சை தரணும் சொல்றான். அப்படின்னு பகவான் பேசாமல் கேட்டுட்டு இருக்கார். இந்த கிருஷ்ணனுக்கு ஒரு காரியம், கிருஷ்ணனுக்கല്ല ദൈവങ്ങൾക്ക് എല്ലാമേ ഒരു കാര്യം അവൾ സ്തുതിച്ച് അവൾക്ക് ரொம்ப പിടിക്കും. அந்த ஸ்துதி மூத்துட்டாக்கு ஓரோருத்தோரை வரம் கொடுத்துட்டு பின்ன கடந்து பாடுபடுறா. சிவனானாலும் ஓரோ வரங்கள் நிறைய ஸ்துதி மூக்கத்தை கொடுக்குறா. அப்புறம் அவளே கொடுத்தது திருப்பி எடுக்க முடியாமல் அவள் கஷ்டப்படுறா. நிறைய கதைகள் நம்மளும் கேட்டுப்போம். அந்த கிருஷ்ணனுக்கு என்னென்னு ചെയ്താൽ கிருஷ்ணனை பற்றி ആരെങ്ക സ്തുതിച്ചാലും സത്സംഗങ്ങളാനാലും പാട്ട് പാടിനാലും എന്ത ജോലി ചെയ്തിട്ടിരിക്കാരും അവർ അങ്ങേന്ന് വന്ന് അങ്ക വന്ന് ഒക്കാണ്ടിടുവർ. പിന്നെ അത് മാത്രം അവർ ശ്രദ്ധിക്കുക. അപ്പോഴൊരു സ്വഭാവം കൃഷ്ണനെ കൊണ്ട്. അപ്പോൾ ഇത് സ്തുതിക്ക ഭഗവാന്റെ പുതിയ തലേൻ്റെ കൂടെ ഏറവക്ക എന്നെല്ലാം എന്നെ പറ്റി ചുമതിൽ സന്തോഷം വന്നിട്ടേ ഇരിക്കും. അല്ലാതെ വെളിയിലെ കാട്ടിയിട്ടില്ലേ തലയിൽ വേണ്ട കാലം എടുത്തിട്ടുമില്ലേ. അപ്പോൾ പിന്നെ സ്തുതിக்கிறവൻ നീ കാലസ്വരൂപനാക്കും ചൊല്ലാ, നീ മറ്റേ അതാക്കും ചൊല്ലാ ഇതാക്കും ചൊല്ലാ, നീ ഇല്ലാക്കുന്ന ലോകമേ ഇല്ലേ ചൊല്ലാ, നീ തന്നെ ഉലക്കത്തെ സൃഷ്ടിച്ചാൽ ചൊല്ലാ. അതേമാതിരി പൊന്നപ്പോൾ തന്നെ എല്ലാം അടങ്ങിയിരിക്ക്. നീ ഒന്നും വെളിയിലെ കാട്ടത്തില്ലേ. ചിലപ്പോൾ മുൻമാതിരി ഒക്കാണ്ടിരിക്കായി ഭഗവാനെ. ചിലപ്പോൾ എല്ലാത്തിലും ഇടപെടാൻ, ചിലപ്പോൾ ചിരിക്കറാൻ, ചിലപ്പോൾ ഒന്നും தெரியாதവരമാരെ ഒക്കാണ്ടിരിക്കാൻ. ஆனால் നീ ചെയ്യേണ്ട കാര്യങ്ങളാ സമയാസമയത്തിൽ ചെയ്തിട്ടിരിക്കാൻ. இந்த അവതാരം എടുത്തത് ദുഷ്ട വിഗ്രഹത്തിൽ താനേ കാണാം. നീ എന്നെല്ലാം രീതികളിൽ നടത്തപ്പറയോ അതൊന്നും ഞങ്ങൾക്ക് தெரியாது. ഞങ്ങൾക്ക് ഒരേ ഒരു ആശയം ഇരിക്കും. ഇത്തരത്തിലെല്ലാം തെറ്റ് ചെയ്ത്
ചെയ്തിട്ടും എന്നോട് പാദത്തിന് തലയിന്മേൽ വെച്ച് അതേമാതിരി അവർക്ക് കൊഞ്ചം കാലം കൂടെ അവർക്ക് ചിന്ത ഭൂമിയിൽ ജീവിച്ച നല്ലവനാകത്തുള്ള ഒരു സ്വഭാവത്തെ അവർക്ക് കൊടുത്ത് എങ്കിൽ അവർക്ക് വിട്ടുതരണം കാണാൻ ഒരു கொஞ்ச നേരം ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാൻ അനുസരിച്ച് താഴെ ഒന്ന് കീഴെ മുള്ള ഇറങ്ങി വരാൻ പിന്നെ അവർ സ്തുതിക്കണം നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ ഭൂതാവാസായ ഭൂതായ പരായേ പരമാത്മനെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമാനവനെ ബ്രഹ്മാവും ശിവനും മുനിജനങ്ങളും എല്ലാവരുമേ ഒന്നത്താനെ ഭഗവാനെ പൂജിക്കുക എല്ലാത്തിനും സർവസ്വമായി നീ നിൽക്കറിയേ എല്ലാത്തെയും ഉൾക്കൊള്ള അടക്കിയിട്ട് വിരാടരൂപമായി നീ இந்த ലോകത്തിലെ പിടി അധിവസിക്കണേ ഭഗവാനെ അപ്പടിയുള്ള വിരാടമൂർത്തിക്ക് നാരായണമൂർത്തിക്ക് ഞങ്ങൾ അനന്തപൂർണ്ണ നമസ്കാരം ഭഗവാനെ ഞങ്ങൾ പതി ഞങ്ങൾക്ക് തിരുപ്പി തന്നെ നീ മികച്ചതാകുക கொஞ்ச நேரம் கழியத்தை என்ன செய்யறான் சுவாமி முள்ள அந்த ஜலத்துல கீழே அங்கேருந்து முள்ள ஜலத்துல காலை கீழே வைக்கிறார் வேற ஜலத்தை ஸ்பர்சிக்கவே செய்யாத அந்த சுவாமி காலை கீழே வச்சு கழிப்போ அந்த ஜலம் பரிசுத்தமாகிடுது அந்த கால்வி நதியிலேருந்து அலைகள் மாதிரி மேலுக்கு இப்படி தரங்கங்கள் மேலே அடிக்கிறது ஜலம் பரிசுத்தமாகும் காளியனை பார்க்குற தலையெல்லாம் தொங்கி போயாச்சு நீ இப்போ ஜீவிக்கமாக இருப்பனான்னு கூட தெரியாத സ്ഥിതിയിൽ அப்படியே രക്തങ്ങളെല്ലാം ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രോമകുപങ്ങളെല്ലാം രക്തം വന്ന് തല தொங்கி போயாச்சு நாகபத்மா ரொம்ப அழகா பகவானே நான் என்னெல்லாம் உங்களை பிரார்த்திச்ச பகவான் எனக்கு தயையே வரதில்ல எனக்கு என்னோட இவனை திருப்பி தரமாட்டேன் எங்களுக்கு மங்கள விஷயம் தரமாட்டேன் எனக்கு அതൊന്നും தானே கேட்குறோம் பகவானே ഭഗവാനുള്ള ഇവൻ ചെയ്ത ദുഷ്ടത്തനத்துக்கு ഇവനക്ക് ഇതൊന്നും കൊടുത്താൽ പോരാത് പക്ഷെ എനിക്ക് ரொம்ப അഹങ്കാരமாக இருந்தது இந்த ஜலம் வந்துட்டு என்ன மாதிரி நல்ல ஜலமாக்கி എത്ര ജീവികൾ ഒരു പുല്ല ഒന്നും മുളക്കാക്കി പറവാളിയെല്ലാം അങ്ങേന്ന് ഒരു ജീവത്തെ കണ്ട് ഇങ്ങേന്ന് ശ്വാസത്തെ വിടുവാനാണ് அந்த ശ്വാസം വെച്ച് அந்த ജീവി അങ്ങ് മരണപ്പെട്ട് വിടും എത്ര മുനിമാര് എത്ര മനുഷ്യന്മാര് എത്ര ജനങ്ങൾ എത്ര പശുക്കൾ എല്ലാத்தையும் നാശമാക്കിക്കാൻ அந்த அகங்காரம் அல்லவா அவங்க இப்படி செய்ய வச்சது बाबा கேட்குறேன் இந்த குணத்தை தமோ குணம் சொல்லப்பட்ட குணத்தை பகவானே நீங்க தானே உங்கள் சரீரத்தில் ஏற்றினான் பகவானே அந்த குணம் என்ன பிரவൃത്തി ചെയ്യുമോ അതൊക്കെ ഇവ ചെയ്താൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ദയാതെ കാട്ടപ്പെടാതാ ഇവ ചെയ്യേണ്ടതും ചെയ്തായാച്ചു ഇനി അവർ നല്ലവനാ മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ഇത് കൊടുക്കപ്പെടാതെ മംഗല വിഷയം തരപ്പെടാതാ ഭഗവാൻ മനസ്സ് താർന്ന് ഭഗവാൻ ജലത്തിൽ ഇറക്കിയാച്ചു ജലം ശുദ്ധമായാച്ചു കാളിയനക്ക് എല്ലാം ഒരു സ്വഭാവം വെച്ചാൽ അവർക്ക് എന്ത് ശരീരം വേണമോ അവർക്ക് സ്വീകരിക്കപ്പെടും உடனே மனுஷ சரீரம் அவனுக்கு எடுக்கிறான் எடுத்து கையெடுத்து சர்வாலங்கார விபூஷனாயிட்டு அந்த காலையில் நாங்கள் நிற்கிறான் 2 கை இருக்கு கால் இருக்கு எல்லாம் இருக்கு அந்த 2 கையை சேர்த்து பகவானை சாஷ்டாங்க பிரணாமம் செய்கிறான் சொல்றான் பகவானை நீ தந்த அந்த குணத்தாലേക്ക് ഇത്രയും അഹങ്കാരപ്പെടുത്ത പ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് മാപ്പ് തരണം നിങ്ങൾ എന്നെ സാധാരണ ഉங்கள்கிட்ட ഭക്തിയുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ മാറ്റി ഞാൻ എനിക്കും ഉങ്ങളെ സേവിക്കാൻ മാറിയുണ്ട് ഇനിയുള്ള എന്നോട് ജീവിതം അപ്പടി തരണം இப்போ நாகபத்மார் சொல்கிறா பகவானே இது இത്രയും தாழ்ந்து வந்தாச்சு செய்த தெற்று தான் நீடிச்சு அதுக்கு பரிகாரம் காண முடியாது ஆனால் இவன் மனசை மாற்றி இவருக்கு நல்ல உபதேசங்கள் கொடுத்து இவன் எங்கள் கூட கொஞ்ச காலம் கூட ജീവിக்கிறதுக்கு நீங்கள் என்னை அனுப்பணும் பகவானே ഭഗവാൻ പറഞ്ഞാൽ ശരി ഞാൻ അവനൊക്കെ കൊല്ലണം എനിക്ക് ആശയം കഴിയാത്ത പക്ഷെ അവരുടെ മനസ്സിൽ അഹങ്കാരത്തെ മാറ്റിയെടുക്കണം ഉണ്ടായിരുന്നത് എനിക്ക് ഇനി അത് മാറിപ്പോയാச்சு ഞാൻ നമസ്കാരവും പണിയാச்சு എന്നാലും ഞാൻ അവനെ കൊല്ലപ്പോറത്തില്ലേ ஆனால் അവനക്ക് ഇനി ഇங்கே ജീവിக்க முடியாது இந்த ജലം വന്നിട്ട് ജനങ്ങൾക്കുള്ള ജലമാക്കും അതായത് ആദിത്യ മണ്ഡലത്തോട് പുത്രിയായ കാളിന്തി ദേവി ആദിത്യ മണ്ഡലത്തിലേക്ക് ഒഴുകി ഭൂമിയോട് ഒഴുകി വന്ന് എല്ലാ ജനങ്ങൾക്കും ജലത്തെ കൊടുത്ത് സമുദ്രത്തിൽ പോയി ചേരണം അന്തത്തെ നദിയിൽ ഇത്രയും കാലം നീ നാശമാക്കി പോയാச்சு ഇനി അത് ചെയ്യാൻ മുടിയാതെ அதனால நீ ജമനകം വന്ന ദ്വീപിലെ ഓരോ ആരെല്ലാം നൊന്തുവിക്കാറുണ്ട് എല്ലാവരും കൂട്ടിൽ അങ്കമേ താമസിച്ചു പോയി അപ്പോൾ അവ കേൾക്കണം ഗരുഡനോടൊരു ഭയമുണ്ട് അവൾ തന്നെ ഭഗവാൻ சொல்ற ഒരു കാലം ഗരുഡൻ அங்கே வரமாட்டான் என்னோட பாதஸ்பர்ஷம் எங்கெல்லாம் பதிச்சிருக்கோ அந்த இடத்துல கருடன் கிட்ட கூட அண்ட மாட்டான் அதனால் நீங்கள் தைரியமாக நீங்கள் அங்கே போய் தாமசிச்சுங்கோ நீ இந்த பக்கம் நீங்கள் வரேன் ஜனங்கள் உண்டாக்கணும் உடனே நாகபத்மா ரொம்ப சந்தோஷப்படுறான் பகவானை தொடரா ஜலத்துக்கு அடியில் தாழ்ந்து போகிறான் இங்கேருந்து மேலே ஏறி வந்த அவற்றில் நீலப்பட்டு நீலரத்னம் நீல கிரீடம் நீலவளை பகவான் அப்படியே சர்வாலங்கார விபூஷனாக்குறா பகவான் நீல பிரபையில பகவான் அப்படி ஜொலிச்சு நிற்கிறான் எல்லாரும் பார்த்து நமஸ்காரப்படுறான் அந்த கரையில படுத்துட்டு போதமில்லாக்கி படுத்துட்டு கோபന്മാരും ഗോപികമാരും പശുക്കളും ജീവജാലങ്ങളും എല്ലാം എഴുந்திരുത്ത് ജീവനോടെ എഴുந்திരുന്നുണ്ട് എല്ലാവരും ഭഗവാനെ பார்த்து നന്നാ സായുജ്യം വിടരാ എല്ലാവരും ഭഗവാനെ തുടരാം காலையில் எல்லாத்தையும் காக்கல் சொல்லிட்டு அவன் ஜமனக தீவுக்கு போகிறான் அந்த ஜலம் பரிசுத்தி ஆகுது
അതിനുശേഷം அந்த ஜலம் எல்லாருக்கும் பிரயோஜனப்படுது. அது 5 நிமிஷத்துக்குள்ள அது பிருந்தாவனம் மாதிரி ஆகிடுது. எங்கேதோ 4 செடிகள் ஜலம் குடிக்க வருது, அதுக்குள்ள சின்ன மான் வருது, கொஞ்சம் செடிகள் முளைக்கிறது, அந்த செடிகள் எல்லாம் பூக்கிறது, குயில் பாட்டு பாடுறது, பட்சிகள் வருது. ഒരു നല്ലൊരു പ്രദേശമായിട്ട് இந்த இடம் മാറി വിടുന്നത്. அப்படி அவள சந்தோஷமாயி எல்லாருமா വൃന്ദാവനத்துக்கே திரும்பி எல்லாரும் போகிறோம். நாகஸ்துதி இருக்கிறதான் சொல்ல தெரியாத நிறைய இருக்குமா இருக்கும், எனக்கு சொல்ல தெரியல. தெரியாத மாதிரி நான் சொல்லியாயிடுச்சு. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തെറ്റുകൾ ഉണ്ടാകാൻ ക്ഷമിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.